പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. കൊച്ചിന്റെ പേരിന്റെ കൂടെ എന്റെ അമ്മയുടെ പേര് നാരായണി ഇട്ടാ എന്ത് കുഴപ്പം? അയ്യേ നക്ഷത്രയ നാരായണി, ഇതെന്തോ ഒരു പേരിത്. ഈ പേര് വല്ലതും ഇട്ടാ കൊച്ചു വലുതാമെന്നെ പച്ച തിറ വിളിക്കും. അമ്മ ആ പേരിൽ ചെറിയൊരു ചേർച്ചക്കുറവില്ലേ? എടാ മഹാഭാവി, നിന്റെ അമ്മൂമ്മയുടെ പേര് നിനക്ക് ചേർച്ച കുറവല്ലേടാ? നീ ഇവരുടെ വാക്ക് കേട്ട് നമ്മുടെ കുടുംബത്തെയാണ് നീ തള്ളി പറയണത്. അമ്മ എന്നാലും ഞങ്ങളുടെ പേരല്ലേ കുഞ്ഞിന്റെ കൂടെ ഇടേണ്ടത്. അങ്ങനെ പറഞ്ഞോടു മോളെ, കുഞ്ഞിനെ പ്രസവിച്ചതേ എന്റെ മോളാണ്, അതുകൊണ്ട് അവളുടെ പേരിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. നക്ഷത്ര കരുണ, അത് മതി. അയ്യടാ, ഈ പേരിട്ടാലേ കൊച്ചു വലുതാവുമ്പോ മടലെടുത്ത് അടിക്കും. ഓ പിന്നെ എന്താ പിന്നെ? നിർത്ത്. എന്റെ കൊച്ചിന്റെ പേരിനൂടെ വാലും വേണ്ട തലയും വേണ്ട, വെറും നക്ഷത്ര, അത് മതി. ഇങ്ങനെ കൊച്ചു ജനിച്ചപ്പോ തുടങ്ങിയ അടി 10 കൊല്ലം കഴിഞ്ഞിട്ട് അതേപോലെ തുടരുന്നു. എന്താ നീ ഇത് കണ്ട? അമ്മ ഇത് വല്ല തമാശക്കും ചെയ്തായിരിക്കും. എന്താ തമാശ? ഇതൊക്കെ കാരണം നമ്മുടെ കുടുംബത്തിന്റെ മാനമാണ് പോണത്. ഞാൻ ഇന്ന് പാല് വാങ്ങിക്കാൻ ബാബു സ്റ്റോറിൽ പോയപ്പോ അവിടെ 2 ബംഗാളികൾ ഇതെ കണ്ട് ചിരിച്ചോണ്ടിരിക്കണം. നിന്റെ ഭാര്യയ്ക്ക് അവളുടെ തള്ളയെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ചേട്ടാ, വയറിലോട് വയർ എന്റെ അമ്മയും നമ്മുടെ മോളും കൂടെ ചെയ്ത് റീലിപ്പ് ട്രെൻഡിങ് ആണ്. ബംഗാൾ വരെ റീച്ച് ആയ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഹലോ. ഓ, കെട്ടിയെടുത്തോണ്ട് വന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ കൊച്ചച്ഛൻ പെറ്റു. ഞാൻ റെഡിയായി. നീ എങ്ങോട്ട് പോണ്? ഈ അരുണിന്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ തരംഗമായതുകൊണ്ട് യങ് വിമൻസ് ക്ലബിന്റെ അംഗങ്ങൾ എന്നെയും മോളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയല്ലേ അമ്മ? അയ്യോ, അത് വേറെ ഇനാഗുറേഷൻ. ഈ സെലിബ്രിറ്റി ഒക്കെ ആയാലുള്ള ബുദ്ധിമുട്ടേ. പിന്നെ അരുൺ, നമ്മൾ വയസ്സായെന്ന് കരുതി ചില അമ്മച്ചിമാരെ പോലെ ചുമ്മാ വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ കഴിവുകൾ നമ്മൾ കാണിച്ച് അത് പുറത്തു കൊണ്ടുവരണം, അല്ലേ ചേച്ചി? ചേച്ചിയാ നീ ഇവിടുത്തെ? പിന്നെ ഡിന്നർ കഴിച്ചാൽ ഞങ്ങൾ വരുമല്ലേ. ഇപ്പൊ തന്നെ ലേറ്റായി. വാ മോളെ, നമുക്ക് പോവാം. ഓരോ ഉടായ്പ കാണിച്ച് കൊച്ചിനെ മയക്കിക്കൊണ്ട് പോവാണ്. നിനക്ക് ഞാൻ ഒരു പണി തരണുണ്ട്. വെയിറ്റ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് പ്രശ്നം? മോളെ, നിനക്ക് അവരെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. പണ്ട് നിന്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോ നിന്നെയോ അമ്മയെയോ അവർ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയെന്നറിയാമോ? ഒരു ദിവസം നിന്റെ അമ്മ നിറവേറുമായിട്ട് ജോലി ചെയ്യുമ്പം ഈ തുണി അത്രയും അലക്ക് കല്ലിലിട്ട് നനയ്ക്കണം. അമ്മ, എനിക്ക് തീരെ വയ്യ, നാളെ ചെയ്താൽ മതിയോ? പോരാ, ഇന്ന് തന്നെ ചെയ്യണം. നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാനും കുറെ പ്രസവിച്ചിട്ടുള്ളത് തന്നെ. കൊറയാ? എപ്പോ? അച്ഛ ഒറ്റ മോനല്ലേ? ആ ഒറ്റ മോനൊക്കെ തന്നെ. നീ ആദ്യം കഥ കേക്ക്. അല്ല, ചക്കര കഥ കേക്ക്. ഇത് മാത്രമല്ല, എൻ്റെ മോള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ വീട്ടിൽ മാംസം കയറ്റാൻ പറ്റൂല. അമ്മ, കുട്ടി ആരോഗ്യത്തോടെ ജനിക്കാൻ മുട്ട കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളുടെ ഒരു മുട്ട പാടിങ്ങോട്ട്. അമ്മ അരുത്. അമ്മ, എന്റെ മുട്ട. ഇനി ഇതുപോലെ വല്ലതും കയറ്റിയ നിന്നെ ഇതുപോലെ എറിഞ്ഞു പൊട്ടിക്കും ഞാൻ. അയ്യോ, അമ്മൂമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാ? പിന്നെ അല്ലാതെ. മക്കൾക്കൊരു കാര്യം അറിയോ? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നിന്റെ അമ്മൂമ്മ ഇത്രയും പത്രാസ് കാണിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാ, നിന്റെ അച്ഛൻ ടാറ്റയെ പോലെയോ ബ്രില്ലയെ പോലെയോ ആവേണ്ടതായിരുന്നു. നിന്റെ അമ്മൂമ്മയെ ഇതൊക്കെ തൊലച്ച്. നിന്റെ അമ്മൂമ്മ പൈസ വെച്ച് മഹാ ചീട്ടുകളിയാ. കളി തോറ്റു കഴിഞ്ഞാൽ നിന്റെ അമ്മൂമ്മ എന്തൊക്കെ കാണിക്കുമെന്നറിയോ? പാവം, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയത് എൻ്റെ മോനാണ്. അവനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുമെന്നറിയാവോ?
എൻ്റെ കൊച്ചു കുറേ അനുഭവിച്ചു. ശോ, എന്തൊരു കഷ്ടമല്ലേ. എന്താണ് രണ്ടുപേരുടെ ഒരു ഡിസ്കഷൻ? അതമ്മ ചീട്ടുകളി. ചീട്ടുകളിയാ? അല്ല മോളെ, ചീട്ടുകളിയല്ല, യൂനോ യൂനോ. ആ, യൂനോ. നീ എന്താ അവിടുന്ന് വന്നിട്ട് ഡ്രസ്സ് മാറാൻ നിൽക്കുന്നേ? അമ്മ ഡ്രസ്സ് മാറാ അമ്മ, എനിക്ക് വിശക്കണം, വല്ല എന്താ കഴിക്കാൻ. ഡ്രസ്സ് മാറിയിട്ട് വന്ന് കഴിച്ചാൽ മതി. അതെന്ത് മക്കളെ, ആ ശീല നിനക്കൊന്ന് തിന്നാൻ തന്നില്ലേ? തന്ന്. സത്യം പറടി, നീ ചിക്കനല്ലേ ഇത് കഴിച്ചത്? അവര് നിന്റെ അടുത്ത് തിരിച്ചും മറിച്ചും ചോദിക്കും ചിക്കൻ കഴിച്ചോന്നു. അപ്പം നീ എന്ത് പറയും? ഞാൻ പറയും പനീർ കഴിച്ചു. അപ്പം മസാലയുടെ മണം ഏതെന്ന് ചോദിച്ചാ അത് അപ്പം നീ പറയണം, എൻ്റെ അമ്മൂമ്മ ഞാൻ പറഞ്ഞില്ലേ ഗ്രിൽ പനീറാണ് കഴിച്ചത്. അവനെ ചിക്കൻ കഴിപ്പിക്കാൻ കുറേ നിർബന്ധിച്ച്, പക്ഷെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ തറപ്പിച്ച് പറഞ്ഞു. മിടിക്ക് പിള്ളേരായ ഇങ്ങനെ വേണം. മോള് പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണേ. എന്നപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റേ അമ്മൂമ്മ. എൻ്റെ കൊച്ചുമോള് തന്നെ. എടി നിന്റെ അമ്മയടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ടാബ് കൊടുക്കരുതെന്ന്? അതിന് അന്ന് പറഞ്ഞതിന് ശേഷം അമ്മ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇതെന്തോന്ന്? അവൾ നിന്നും കൊണ്ടുപോയി സ്കൂളിൽ ചെന്ന് ഭയങ്കര ഷോ ആയിരുന്നു. അവസാനം ടീച്ചർ എന്നെ വിളിച്ച് ഇതും പിടിച്ച് വെച്ചിട്ട്. അവൾക്കാണെങ്കിൽ വന്നു വന്നപ്പോൾ ഒരു അനുസരണയില്ല, ഭയങ്കര വാശി. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ലിസ്റ്റിലുള്ള സാധനം എല്ലാം വേണം. ചുമ്മാ വാശി പിടിക്കല്ലേ, ഇവിടെ ഒരുപാട് സാധനം ഉണ്ടല്ലോ, അത് മതി. ഓഹോ, എനിക്ക് വാങ്ങിച്ചു തരൂലല്ലേ? ഞാൻ കാണിച്ചു തരാം, നോക്കിയോ. ഇതിപ്പോ ആരും വാങ്ങിച്ചെന്നെ? ഞാനാ മോനെ. പിള്ളേർ നമ്മളടുത്ത് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ പേര് പറഞ്ഞ് നീ അവളെ വഴക്ക് പറയാനോ നിൽക്കണ്ട. മക്കൾ പാടി. 10 വയസ്സായ കൊച്ചിന് എന്തിനാണ് ഇത്രയും ലിപ്സ്റ്റിക്കുകൾ, ഇത്രയും മേക്കപ്പ് സെറ്റുകൾ? നിന്റെ അമ്മയാണ് ആവശ്യമില്ലാത്ത ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചെടുത്ത് അവളെ വഷളാക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് മാത്രമേ വഷളാക്കുന്നതിന്റെ ക്രെഡിറ്റ് കൊടുക്കണ്ട. പറഞ്ഞോട്ട് നീ നേരെ കിടന്നു. അമ്മൂമ്മ നല്ലോണം അവനെ ഇങ്ങനെ. കണ്ടാ പോളെ, നല്ല പനിയുണ്ട്. ഈ അവസ്ഥയിൽ അവളെ സ്കൂളിൽ വിടണ്ട. ഇത് വച്ചുകൊണ്ട് അവള് സ്കൂളിൽ പോയാൽ അവിടെ ആർക്കെങ്കിലും പനി വന്നാൽ ഇവളെ പറയൂലേ? പറയൂ അമ്മ. അമ്മ ഇതൊക്കെ ഇവളുടെ വെറും ഉടായിപ്പാണ്. പോടി, അവൾക്ക് ചുട്ടു പൊള്ളാൻ പനിയുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിച്ചോ. അരുൺ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ ഈ ഇളക്കമൊക്കെ. അമ്മൂമ്മ, അമ്മൂമ്മ ഹോംവർക്ക്. അതിന് ഞാൻ ഇല്ലേടി. ഓ, പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ അവളുടെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കൊച്ചിന് എന്താ കൈക്ക് വല്ല വാദം ഉണ്ടോന്ന്. അതെന്ത്? നിങ്ങളുടെ അമ്മ ആ ഹോംവർക്ക് മൊത്തം ഇരുന്ന് എഴുതി കൊടുത്ത് അതാ ടീച്ചർ തൂക്കി. ഈ അമ്മയെ കൊണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ? 2 അമ്മമാർക്കും പ്രശ്നമുണ്ട്, അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല. ഇതിപ്പോ ഇവർ രണ്ടുപേരും കാരണം നമുക്ക് നമ്മുടെ കൊച്ചിനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലേ മാഞ്ചമ്മ? ആ എടാ, ചൂടായിട്ട് പപ്സ് ഇരിക്കണം, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. എന്തോ നമ്മ ഇതൊക്കെ, ഇതൊന്നും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓ, എന്നിട്ട് വേണം നിന്റെ കൊച്ചി എന്നെ വെറുക്കാൻ. നിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ പിസയും ബർഗറും വാങ്ങിച്ചു കൊടുക്കണമുണ്ടല്ലോ, അതൊന്നും നിനക്ക് കുഴപ്പമില്ല അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഈ മിച്ചറിനും പപ്സിനും ഒരു കുഴപ്പമില്ല. നീയും കൊച്ചിൽ കുറേ തിന്നതല്ലേ. അങ്ങനെ ആ തള്ള അവളുടെ ഫേവറേറ്റ് അമ്മമ്മ ആകണ്ട. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ അമ്മയൊന്നും അടങ്ങിയാലേ എനിക്ക് എൻ്റെ അമ്മയെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നൈസായിട്ട് അമ്മയടുത്ത് പറയാൻ നോക്കാം. നമ്മളന്ന് കറങ്ങാൻ പോണെന്ന് പ്ലാൻ ഇട്ട ദിവസം കുടുംബക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞ് നമ്മളെ പ്ലാൻ മുടക്കിയത് ആരാ? ജയന്തി അമ്മൂമ്മ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതല്ലാതെ വേറെ വല്ലതും അമ്മച്ചി പറഞ്ഞു തന്നാ? തൽക്കാലത്തേക്കൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പം അമ്മൂമ്മ അടുത്ത് അപ്ഡേറ്റ് ചെയ്യില്ലേ. മക്കളെ, ഈ പൈസ വെച്ച് കേട്ടോ. ആ ശരി അമ്മൂമ്മ, പോണേ.
ഷീലയുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കടാ. എന്തിനമ്മ? നോക്കാന്. അയ്യേ, ഇവരെന്തിനാ കൊച്ചിന്റെ സ്കൂളിൽ പോയത്? എടാ കൊരങ്ങ, ഇത് ഗ്രാൻഡ് പാരൻസിലേക്ക് പോയത്. നിന്റെ ഫോണിൽ മെസ്സേജ് ഒന്നും വന്നില്ലേ? ശ്രദ്ധിച്ചില്ല. ബെസ്റ്റ്. അല്ലെങ്കിൽ തന്നെ നിന്റെ ഭാര്യ കൊച്ചിന് ഒരു കാര്യവും എൻ്റെ അടുത്ത് പറയൂല. പക്ഷെ നിന്റെ അമ്മായിയമ്മയ്ക്ക് കൊച്ച് എപ്പോൾ സ്കൂളിൽ വിട്ട് വരും, സ്കൂളിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് എല്ലാം അറിയാം. രണ്ടുപേരും മനഃപൂർവ്വം എന്നെ ഒഴിവാക്കണതാണ്. അമ്മ അങ്ങനെയൊന്നും അല്ല. നിർത്ത്. ഇനി നീ ഒന്നും പറയണ്ട. സ്കൂളിലെ ടീച്ചറുടെ കയ്യിൽ എൻ്റെ നമ്പർ കൊടുക്കണം. സ്കൂളിൽ എന്ത് നടന്നാലും ആദ്യം ഞാൻ അറിയണം. നീ നോക്കിക്കോ, അടുത്ത പരിപാടിക്ക് തള്ളയ്ക്ക് ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കാം. അയ്യോ പെണ്ണങ്ങല്ലേ, ഞാൻ മറന്നു പോകണ്ടല്ലേ. എൻ്റെ അടുത്ത് കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ പറയണമെങ്കിൽ എനിക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തരണം. പോടി. എന്നിട്ട് വേണം നിന്റെ അച്ഛൻ്റെ വായിൽ നിന്ന് കേട്ട് പിടിക്കാൻ. നിനക്കെന്തിനിപ്പോൾ ഫോണ്? അമ്മൂമ്മയോട് ചോദിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. എൻ്റെ ശീലാമ്മൂമ്മനെ എനിക്ക് ഇപ്പം ഫോൺ വാങ്ങിച്ചു തന്നെ. ഒരു ശീല അമ്മമ്മ. മോളൊരു കാര്യം ചെയ്, ഈ ഫോൺ വെച്ചോ. പുതിയ ഫോണ് പിന്നെ വാങ്ങിക്കാം. ഫോണ് കിട്ടിയില്ല, കാര്യം പറയടി. അമ്മൂമ്മ അറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. അമ്മയും ശീലാമ്മയും കൂടെ വലിയൊരു പ്ലാൻ റെഡിയാക്കുന്നുണ്ട്. മോളെ, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് പമ്പ കടത്തണം. എന്നാലേ ആ തള്ള പഠിക്കും. അതിനുള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ടമ്മ. അരുണിന് ബാംഗ്ലൂരിൽ ഒരു ജോലി കിട്ടി. ഞങ്ങൾ മൂന്നുപേരും അങ്ങ് പോകും. പതിയെ അമ്മയും കൂടെ വന്നോ? ആ തള്ളയും കൂടെ കയറി വന്നാലാ? അതൊരിക്കലും ഇല്ല. കാരണം അരുണിന് പോലും ആ തള്ളിയെ കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല. നീ പറയുന്നത് സത്യമാണോ? അയ്യോ അമ്മൂമ്മയാണ് സത്യം. എടാ, ഞാൻ കറക്റ്റായിട്ട് ആ വർക്കൊക്കെ സബ്മിറ്റ് ചെയ്തതാണ്. നിങ്ങളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് എൻ്റെ കുഴപ്പമാണോ? ഇയാളെ വച്ചിട്ട് പോകാൻ കൊണ്ട് ഈ പണി കഴിഞ്ഞിട്ട് വല്ല സമാധാനം കിട്ടുന്ന സ്ഥലത്തും പോയിരിക്കണം. ബാംഗ്ലൂരിലായിരിക്കും നിനക്ക് സമാധാനം കിട്ടുന്നത് അല്ലേ? ബാംഗ്ലൂരാ? അമ്മ എന്തോന്നൊക്കെയാണ് പറയണത്? നാണം ഉണ്ടാടാ നിനക്ക്? ഭാര്യയും അമ്മയമ്മയും പറയണ കേട്ട് സ്വന്തം അമ്മയെ കളഞ്ഞിട്ട് പോയ. അമ്മ എന്തോല്ല സ്വപ്നം കണ്ടമ്മ? ചുമ്മാ എന്തിനും ഇല്ലാത്ത കാര്യമൊക്കെ പറയണേ? ഓ, ആക്ടിങ്. എടി, നീയും നിന്റെ അമ്മയും കൂടി എൻ്റെ മോനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാനിട്ട പ്ലാനേ ഞാൻ അറിഞ്ഞു. എടാ, നീയും കൂടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ ആരാണ് ഈ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞത്? നിന്റെ മോള് തന്നെ. അവൾ ഇത്രയും വലിയ കഥയൊക്കെ അടിച്ചിറക്കാറായ? വിളിയോളെ ഇങ്ങോട്ട്. അവള് അമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. എവിടെയാണെങ്കിലും വേഗം കൊണ്ട് വരാൻ പറ. ആ അമ്മ, അവളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അതിന് മോളോട് വന്നില്ലല്ലോടി? വന്നില്ലെന്നാ? കുറച്ചു മുമ്പ് അമ്മമ്മയുടെ വീട്ടിലോട്ടാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാന്നല്ല. അയ്യോ, കൊച്ചുകൂടെ വന്നില്ലടി. ചേട്ടാ, അവൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്ന്. മോളെ, ഫ്രണ്ടിലെ ഒരു ഗ്രേ കളർ കാർ കണ്ടില്ലേ? ആ കാണുന്നുണ്ട്. അതിന്റെ അടുത്തേക്ക് വാ. ആ ഹലോ, എന്തുപറ്റി ലേറ്റായേ? സോറി സാർ. അത് സാരമില്ല. ഇവിടെ അടുത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നമുക്ക് ഡയറക്ടർ നേരിട്ട് പോയി ഒന്ന് കണ്ടാലോ? അയ്യോ സാർ, ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അത് സാരമില്ല മോളെ, ടി വി വരുമ്പോൾ അവർക്ക് സർപ്രൈസ് ആയിക്കോളുമല്ലോ. ഇല്ല, ഞാൻ വരണില്ല. മോളെ, സമയമില്ല. കേട്ടോ, ഒന്നുമില്ല. ചേട്ടാ, ഞാൻ ഓഡീഷന് വീഡിയോ അയച്ച്. എല്ലാം ഓക്കെ അല്ലേ? കണ്ടായിരുന്നു. മോളുടെ ആക്ടിങ് സൂപ്പറായിരുന്നു. ഷോർട്ട് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. അതെ, ദുൽഖർ സൽമാൻ്റെ കൂടെ ഡയറി മിൽക്ക് ആഡിൽ അഭിനയിക്കാൻ പോകുന്നത്. പിന്നെ മോളെ, നമുക്കൊന്ന് നാളെ നേരിട്ടൊന്ന് കാണണം. എന്നാലേ എനിക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റൂ. ആ ഓക്കെ ചേട്ടാ, കാണാം. ഒരു 10 വയസ്സായ കൊച്ചിന് എന്തിനാണ് ഇത്രയധികം സാധനങ്ങൾ? മക്കളെ, ഇതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. എടാ, എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. നീ അല്ലേ പറഞ്ഞത് ഇതൊക്കെ ഇവര് വാങ്ങിച്ചു തന്നാണെന്ന്? അത് അവര് തന്ന പൈസക്ക് ഞാൻ വാങ്ങിച്ചതാ. കണ്ട, വന്നപ്പോ വാ തുറന്ന കള്ളേ പറയുന്നുള്ളൂ. എല്ലാത്തിനും കാണാൻ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ ഈഗോയാണ്. ഇവക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമല്ല എന്നുള്ളത്. അതുകൊണ്ട് തമ്മിലുള്ള കുറ്റം ഇവക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വില തന്നെ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പിള്ളേർ അറിയേണ്ട കാര്യമൊന്നുമില്ല.
കൊച്ചുമോളുടെ ഫേവറേറ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും പൈസ കൊടുത്ത് ശീലിപ്പിച്ചിട്ട് ഇപ്പം കണ്ട. ഇവിടെ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യം ഞങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ അവൾ നിങ്ങളുടെ അടുത്തോട്ട് വരും. നിങ്ങൾ രണ്ടുപേരും അങ്ങ് സഹായിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വന്ന് ഇവക്കിപ്പം പൈസയ്ക്കും വിലയില്ല, ഞങ്ങളെയും വിലയില്ല. അതുപോലെ ഈ പിള്ളേർക്ക് മൊബൈലും ടാബോ കൊടുക്കുമ്പം അവരതിനകത്ത് ആരത്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് ഇതൊന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. ഇന്നാ വന്നവന്മാരെ ഇവിടെ പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ പിന്നെ കിടന്ന് കരങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ തമ്മിൽ തല്ലൊക്കെ ഒന്ന് നിർത്തിയിട്ട് അമ്മുമ്മമാരുടെ സ്ഥാനത്ത് നിന്ന് കൊച്ചിന് വല്ല നല്ലതും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. പേരക്കുട്ടിയുടെ ഫേവററ്റ് അമ്മൂമ്മയാവാൻ വേണ്ടി ലിറ്ററലി മത്സരിക്കുന്നു. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിമിഷ നേരം കൊണ്ട് സാധിച്ചു കൊടുക്കുന്ന ഒരുപാട് അമ്മൂമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിത്തുടങ്ങുമ്പോൾ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നോ പറഞ്ഞ് അതവർക്ക് താങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് പല പാരൻസിനും സ്വന്തം മക്കൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പേരക്കുട്ടികളെ സ്നേഹിക്കുന്നതിലും ലാളിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അവരുടെ എല്ലാ വാശിക്കും നമ്മൾ കൂട്ടുവയ്ക്കുമ്പോൾ നമ്മൾ തന്നെ അവരുടെ ലൈഫ് ഇല്ലാതാക്കുകയാണെന്ന് കൂടി ഓർക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും അമ്മയുടെ വീട്ടുകാരുടെ അച്ഛൻ്റെ വീട്ടുകാരുടെയൊക്കെ കുറ്റം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പിഞ്ചു മനസ്സുകളിൽ മുതിർന്നവരെ പറ്റിയുള്ള ബഹുമാനം തന്നെ ഇല്ലാതെ. അതുപോലെ അവർ സമയവും സന്ദർഭവും നോക്കി നിങ്ങളോട് കള്ളം പറയാൻ തുടങ്ങും. സ്നേഹം എന്നത് ഒരിക്കലും മത്സരിച്ച് നേടേണ്ട ട്രോഫിയല്ല. അമ്മൂമ്മമാരെന്ന നിലയിൽ നിങ്ങളുടെ സ്നേഹവും അനുഭവ സമ്പത്തും കൊണ്ട് കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം അവരെ വളർത്തണം, ഒരിക്കലും വഴിതെറ്റിക്കരുത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. അടുത്ത തലമുറയുടെ ഭാവി ഷേപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അത് നമ്മുടേതാണ്. അതിന് ഇത്തരം വീഡിയോ സഹായിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന